ഹലോ ഹലോ മക്കളെ, നിങ്ങൾ കാണുക, ഇതൊരു ബൈക്ക് പാർക്കിംഗ് ഏരിയയാണ്. ഇതെവിടെയാണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ട് ആർക്കെങ്കിലും? ഒരു രക്ഷയില്ല, നിങ്ങൾക്കൊന്നും പറയാതെ മനസ്സിലാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ പോയിട്ടുള്ളവർക്ക് മനസ്സിലായി, ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ലുലു മാളിലെ ബൈക്ക് പാർക്കിംഗ് ഏരിയയാണ്. അത് നല്ല സൗകര്യമുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള പോലെ അല്ല, അവിടെ നല്ല സൗകര്യമാണ്. ബൈക്ക് വയ്ക്കുക, ഒത്തിരി ബൈക്കുകൾ ഇരിക്കുക. ഇത് കണ്ടിട്ട് നമ്മളെ ഇവിടുത്തെ ഭയങ്കര വിലക്കുറവ് ഓഫറിൽ വെച്ചിരിക്കുക. 199, 99, 299 അങ്ങനെ ഓഫറാണ്. നമ്മളിത് ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ ഒന്ന് നടക്കുകയാണ്. നമുക്ക് സമയം അധികം കിട്ടിയില്ല കേട്ടോ. നമ്മൾ വേറെ ആവശ്യമായിട്ട് വന്നപ്പോഴത്തേനും അതിനിടയിൽ ഞങ്ങൾ ഇവിടെ ലുലുവിൽ കയറിയതാണ്. അപ്പോഴത്തേനും ഉള്ള സമയം കൊണ്ട് ഞങ്ങളൊന്ന് ഫുള്ള് കവർ ചെയ്യാൻ നോക്കുകയാണ്. കണ്ട് ഇതൊക്കെ ഓഫറാണ് കേട്ടോ, നല്ല ഓഫറുണ്ട്. 2 ദിവസം കൂടെ ഉള്ളൂ. ഇത് ഏത് സ്കൂളിലെ പിള്ളേരാണ് കേട്ടോ. സ്കൂൾ പിള്ളേർ ലുലു മാൾ കാണാനായിട്ട് ടീച്ചേഴ്സ് കൊണ്ടുവന്നതാണ്. പിള്ളേർ നമ്മളൊക്കെ ചെറുതിൽ നമ്മൾ പോയിട്ടുണ്ട് ഇതുപോലെ. ഞാനൊക്കെ ചെറുതിൽ നമ്മുടെ ഈ കടപ്പുറം, വിഴിഞ്ഞം, കോവളം, കന്യാകുമാരി അങ്ങനെയൊക്കെ പോയൊരു ഓർമ്മകളെ ഞങ്ങൾക്കുള്ളൂ. ഇപ്പോൾ പിള്ളേർക്കൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് പോയി കാണുന്നത്. ഒക്കെ ഉണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഫുഡ് ഏരിയയാണ്. അതായത് നമ്മൾ ഫുഡൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒന്ന് കഴിക്കേണ്ട ഏരിയയാണ് ഇത്. നമ്മളെ താഴോട്ട് തിരക്ക് കുറവാട്ടോ. തിരക്ക് നല്ല കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെ ടൈമാണ്, ഇപ്പം 10:15 ടൈം. അപ്പോൾ അതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല. ഉച്ച സമയമാവണം, ഒരു 11-12 മണി ആയിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. ഇവിടെയൊക്കെ ഫുഡ് കോർട്ടൊക്കെ നിറയും. നമുക്കിവിടെ ഇരുന്ന് കഴിക്കാൻ ഗ്യാപ്പൊന്നും കിട്ടത്തില്ല, അമ്മാതിരി ആൾക്കാരായിരിക്കും വരുന്നത്. ഇപ്പോൾ എന്തായാലും ആൾ കുറവാണ് കേട്ടോ. പിള്ളേർ നിൽക്കുന്നുണ്ടോ, കുറേ ഉണ്ട് കേട്ടോ. റാലി പോലെ കുറേ ഉണ്ട്. ഇതൊരു 10, 100, 150 വരും. പിള്ളേർ നിറച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ സൈഡുകളിൽ, ഫുഡ് കോർട്ടിൻ്റെ സൈഡുകളിലാണ് കോഫി, ഐസ്ക്രീം, അതുപോലെ ഒരുപാട് ഐറ്റംസ് കണ്ടോ. എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതുപോലെ സൂപ്പർ മാർക്കറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുഡ് കോർട്ടുണ്ട്. അതിനകത്തുള്ള എന്താ പറയുക, നമുക്ക് ഐറ്റംസ് പറഞ്ഞാൽ തീരത്തില്ല. അമ്മാതിരി നമുക്ക് അറിയാത്ത ഐറ്റംസ് ഒരു നിറച്ചുണ്ട് ഒരുപാട്. അത് ഞാൻ കാണിക്കാം, ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് കണ്ട്, ഇത് നമ്മുടെ ലുലുവിൻ്റെ സൈഡിലെ ഓരോ ഷോപ്പുകൾ കാര്യങ്ങളാണ്. സെൻറ്റർ ഭാഗമാണ് കേട്ടോ, കറക്റ്റ് സെൻറ്ററാണ്. നമ്മൾ സെൻറ്ററിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേനും കാണുന്ന ഇതാണ് കണ്ടോ. ഹൃദയം മുഴുവൻ കണ്ടോ, നിങ്ങൾ കണ്ടോ. ഇത് ഗെയിമാണ് കേട്ടോ, പിള്ളേരൊക്കെ ഗെയിം കളിക്കുന്ന സ്ഥലമാണ്. അതായത് ഭയങ്കര അടിപൊളി രസം കേട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര രസം. നമ്മൾ എന്താ പറയുക, ഇവിടെ നമുക്ക് ചെറിയൊരു കാർഡ് റീചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എത്ര 700 രൂപയാണെന്ന് തോന്നുന്നു. 700 രൂപയ്ക്ക് എങ്ങാണ്ട് റീചാർജ് ചെയ്താൽ നമുക്ക് ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഗെയിമുകളും കളിക്കാം. ആ കാർഡ് നമ്മൾ ATM കാർഡ് മാതിരി ഇരിക്കും. നമ്മൾ ആ കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് കളിക്കാം. പിന്നെ അതുപോലെ ഒരുപാട് ചെറിയ ഗിഫ്റ്റിംഗ് ഗെയിംസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ടെഡി ബിയർ അതൊക്കെ നമ്മൾ ഗെയിം കളിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം, സ്വന്തമായിട്ട് എടുക്കാം. അങ്ങനെ കണ്ട് ഇതൊക്കെ ഫുള്ള് കണ്ടോ. ബൈക്ക് റേസിംഗ് ഒക്കെയാണ്, ബൈക്ക് റേസിംഗ്, കാർ റേസിംഗ് ഒക്കെ ഉണ്ട്. നല്ല രസം കേട്ടോ, നല്ല വൈബാണ്. പിള്ളേർക്കും വലിയവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ നന്നായിട്ട് പറ്റും. കാരണം വെച്ചാൽ നമുക്ക് ടൈം പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ മുഷിഞ്ഞ് വന്നിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇവിടുത്തെ ഫുള്ള് കടകൾ നമ്മൾ കണ്ടു വരുമ്പോഴത്തേനും തന്നെ ഷോപ്പുകളെല്ലാം നമ്മൾ കയറി ഇറങ്ങുമ്പോൾ തന്നെ ഒരു ദിവസം എടുക്കും. അമ്മാതിരി ഉണ്ട്. കാരണം ഒരു ഡ്രസ്സിൻ്റെയൊക്കെ സ്റ്റുഡിയോയോ മാക്സിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ എത്ര ഏരിയ എന്നറിയോ. ഡ്രസ്സൊക്കെ ഫുള്ള് വാരി കൂട്ടിയിരിക്കുകയാണ്. അതുപോലെ ഡ്രസ്സൊക്കെ വില കുറവുണ്ട് കേട്ടോ, നല്ല ഓഫറുകളുണ്ട്, വിലക്കുറവുണ്ട്. പിന്നെ അതാണ്ട് ഇത് നമ്മളെ ഗെയിമിൻ്റെ ഇതാണ് കേട്ടോ. ഇതൊക്കെ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാട്ടോ. ഞങ്ങൾക്ക് ഇതിൻ്റെ മണ്ടയിലൊക്കെ കയറാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറിയൊന്നുമില്ല. ഗെയിമൊക്കെ ജസ്റ്റ് ഒന്ന് ഗെയിമൊക്കെ കളിച്ച് നോക്കി, അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല. ആണ്ടോ, ഇതിവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അവിടെ വന്ന് നമ്മൾ കാർഡ് മേടിക്കുക, ചാർജ് ചെയ്യുക, ഗെയിം കളിക്കുക. പിന്നെ അതുപോലെ ലുലു മാളിൽ വന്നിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ട്രിവാൻഡ്രം ലുലു മാളിൽ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. വരാത്തവർ എന്തായാലും പോയി കാണുക. നല്ലൊരു സ്ഥലമാണ് കേട്ടോ, നല്ല അടിപൊളിയാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് അങ്ങനെ വലിയ പൈസയൊന്നും നമുക്കങ്ങനെ കയ്യിൽ വേണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ മാത്രം നമ്മൾ പൈസ കയ്യിൽ ശേഖരിച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം. വലിയ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ലുലു മാളിൽ പോകാൻ പറ്റൂ എന്നൊരു ചെറിയ ധാരണ ചില മനുഷ്യർക്കുണ്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ബാഗുകളാണ്, ലേഡീസ് ടൈപ്പ് ബാഗുകളാണ്. അപ്പോൾ ഇവിടെ വീഡിയോ എടുക്കുന്നത് അലോവഡ്, ചില കടകളിൽ വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ ഞാൻ ഈ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് ധൈര്യമായിട്ട് എടുക്കും മാഷേ, ധൈര്യമായിട്ട് എടുത്തോ, നിങ്ങൾ എത്ര വീഡിയോ വേണേലും എടുത്തോ എന്നാണ് അവർ പറഞ്ഞത്. എന്നാൽ ചില കടകളുടെ മുന്നിൽ ചെന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ ഓടി വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ ഞാൻ അവരാരും കാണാണ്ട് ഞാൻ രഹസ്യമായിട്ട് കണ്ടോ പതിയെ മൊബൈലൊക്കെ ചരിച്ചൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് കണ്ടോ. പറ്റൂല എന്ന് പറയുന്ന കടകളുടെ മുന്നിലൂടെ നമ്മൾ ആ വീഡിയോ എടുത്ത് പോകുമ്പോൾ നമുക്കൊരു വൈബുണ്ട്. ആ ഒരു വൈബാണ് നമുക്ക് ആവശ്യം. കണ്ടോ നിങ്ങൾ, എല്ലാം ഡ്രസ്സിൻ്റെ ആട്ടോ. ഇവിടെ ഈ സൈഡ് ഫുള്ള് ഡ്രസ്സിൻ്റെയാണ്. നല്ല അടിപൊളി, നല്ല എന്താ പറയുക, ബ്രാൻഡഡ് ഉണ്ട്, ഒരുപാട് ഐറ്റംസ്. നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, ലുലുവിനെ കുറിച്ചൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല.
കണ്ടോ ഡ്രസ്സുകൾ കണ്ടോ, ഇതൊരു ഈ കട ഷോപ്പിൻ്റെ പേര് ഞാൻ നോക്കിയില്ല, ഫുള്ള് നല്ല ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെയൊക്കെ അകത്ത് ഞങ്ങൾ കയറി നോക്കി കേട്ടോ, അകത്തൊക്കെ കയറി എല്ലാം ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല, ഡ്രസ്സ് നോക്കുന്നതൊന്നും വീഡിയോ ആയിട്ട് എടുത്തിട്ടില്ല, എങ്കിൽ നമുക്ക് ലെങ്ത് ഒത്തിരി കൂടിപ്പോകും. അതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ഓട്ടിച്ചൊക്കെ ഇങ്ങനെ കണ്ടോ ഷോപ്പുകളൊക്കെ കാണിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.